അഡ്വക്കേറ്റ് എസ് മനോജ് കൂടി ചേരുകയാണ്, CPM നേതാവ്. അഡ്വക്കേറ്റ് എസ് മനോജ്, ഈ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ആദ്യം ഇടപെടൽ നടത്തുന്ന കേന്ദ്ര ഏജൻസി നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. ആ സമയത്ത് കോടതിയിൽ സംസ്ഥാന സർക്കാർ EDയുടെ അന്വേഷണത്തെ അതിശക്തമായി എതിർക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ CBI അന്വേഷണം വേണം എന്ന ആവശ്യം വളരെയധികം ശക്തമാകുന്ന ഘട്ടത്തിൽ CPM CBI അന്വേഷണത്തെ ED അന്വേഷണത്തെ ഭയപ്പെട്ടതുപോലെ തന്നെ ഇപ്പോഴും ഭയക്കുകയാണോ? എന്താണ് CPMന്റെ നിലപാട്? CPMന്റെ ഇത് സംബന്ധിച്ച നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ എല്ലാ നിലവാരത്തിലുള്ള നേതാക്കന്മാരും സുവ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഇപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞത്, മന്ത്രിക്ക് ഈ അഴിമതിയിൽ പങ്കുണ്ട്, സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസി അന്വേഷിച്ചാൽ ഒരു വിഷയത്തിൻ്റെ സത്യസന്ധമായ വിവരം പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അദ്ദേഹം പറയാതെ പറഞ്ഞതെന്താ? കേരളത്തിലെ ഹൈക്കോടതിയെയും അവർക്ക് BJPക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് വിശ്വാസമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവിടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പരിശോധിക്കുന്നത്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും അന്വേഷണ പുരോഗതി മുദ്രവെച്ച കവറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ ഹാജരാക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. നാളിതുവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹാജരാക്കിയ ഏതെങ്കിലും രേഖകൾ സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. അന്വേഷണം ശരിയായ വഴിയിലല്ല നടക്കുന്നതെന്ന് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല. ഒരു അന്വേഷണത്തിന് ചില നടപടിക്രമങ്ങളുണ്ട്. അന്വേഷണത്തിൻ്റെ പ്രധാനമായി ആശ്രയിക്കുന്നത് എന്താണ്? തെളിവുകളെയാണ്. ആ കിട്ടുന്ന ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കിട്ടുന്ന തെളിവുകളും അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ തരുന്ന റിപ്പോർട്ടുകളും അത് സംബന്ധിച്ച് ചോദ്യം ചെയ്തതിൻ്റെ വിവരങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ഫയലുകളും റിപ്പോർട്ടാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന നടപടി ഇന്നുവരെ തുടരുകയാണ്. ഇപ്പോൾ CBI അന്വേഷണത്തെ പറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. CBI അന്വേഷണത്തിന് എല്ലാത്തിനും പരിഹാരമാണെന്നുള്ള പറയുന്നത് ഞങ്ങൾക്കാർക്കുമില്ല. പക്ഷേ ഈ കേസിനകത്ത് ഹൈക്കോടതി തീരുമാനിക്കുന്ന ഏത് അന്വേഷണത്തെയും CPM സ്വാഗതം ചെയ്യുന്നുവെന്നത് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചാണല്ലോ. പിന്നെ എന്തിനാണ് CPM ഭയക്കുന്നോ എന്ന് ചോദിച്ചത്? ആ ചോദ്യത്തിനാണ് പ്രസക്തിയില്ലല്ലോ. CPMന്റെ വ്യക്തമായ നിലപാട് ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കവർച്ചയോ അല്ല അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളോ ഇപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ. ED അന്വേഷണം ഏതെങ്കിലും സത്യസന്ധമായി നടക്കുന്നത് കേരളത്തിൽ എത്ര ED അന്വേഷണം നടന്നു? ഏതെങ്കിലും ഒരു കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ഇപ്പം നിങ്ങളിപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് പറയുന്നല്ലോ, അതിനു മുമ്പ് ഒരു സ്വർണ്ണക്കേസ് വിവാദം കേരളത്തിലുണ്ടായിരുന്നല്ലോ. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ആദ്യം നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കൂടെ സ്വർണ്ണം കടത്തുന്നതിനകത്ത് ബന്ധപ്പെട്ടു. ആദ്യം നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ബന്ധപ്പെട്ടതെന്ന്. അതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങൾ മാറ്റി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണ് സ്വപ്ന സുരേഷുമായി ബന്ധമുള്ളത്, അദ്ദേഹത്തിനാണ് സ്വർണ്ണക്കടത്തിൽ ബന്ധമുള്ളത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താ വീണ്ടും പറഞ്ഞത് സ്വർണ്ണക്കടത്തിൽ ബന്ധമുള്ളത് മന്ത്രി ജലീലിനാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ബന്ധമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താ ഖുറാനിലാണ് സ്വർണ്ണം കടത്തിയതെന്നുള്ള ആരോപണം കൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ BJPയും കോൺഗ്രസും അടങ്ങുന്ന സംഘം ഉയർത്തിക്കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഖുറാനിലല്ല സ്വർണ്ണം കടത്തിയത്, ഈന്തപ്പഴത്തിലാണ് സ്വർണ്ണം കടത്തിയത് പുതിയ വാദമായി നിങ്ങൾ തന്നെ രംഗത്ത് വന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ കറക്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈന്തപ്പഴത്തിലല്ല ഈന്തപ്പഴത്തിൻ്റെ കുരു സ്വർണ്ണമായിരുന്നു എന്ന് വരെ പറഞ്ഞ അപസർപ്പക കഥയെ വെല്ലുന്ന കഥകൾ മെനഞ്ഞവരാണ് ഇവിടുത്തെ കോൺഗ്രസും BJPയും. അത് അന്വേഷിച്ചതാരാ? CBI അന്വേഷിച്ചില്ലേ? ED അന്വേഷിച്ചില്ലേ? കസ്റ്റംസ് അന്വേഷിച്ചില്ലേ? ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്താ ഇത് പിണറായി വിജയൻ ജയിലിൽ പോയോ? മന്ത്രി ജലീൽ ജയിലിൽ പോയോ? അന്നത്തെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ ജയിലിൽ പോയോ? എന്ത് നടന്നു കേരളത്തിൽ? ഏതെങ്കിലും പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ച് ഏതെങ്കിലും ഒരു അവ്യക്തമായ ഒരു നിഴലിൻ്റെ മറയിൽ ഒരിടത്ത് എവിടെയാ ശബരിമല കേസ് അങ്ങനെയല്ലോ. ഇപ്പോൾ വളരെ പ്രമുഖ നേതാക്കളല്ലേ ജയിലിൽ കിടക്കുന്നത്? ഇപ്പോൾ എന്ന് പറഞ്ഞ നിലയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞില്ല CPMന്റെ പ്രമുഖ നേതാക്കളെ എന്ന നിലയിൽ എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? എന്താണ് അന്വേഷണ റിപ്പോർട്ട്? നിങ്ങളാരും കണ്ടോ?
ഇപ്പോൾ പത്മകുമാറിനെ നടപടിയെടുത്തിരുന്നതാണല്ലോ ഇവിടെ ആരോ ചർച്ചയിൽ പങ്കെടുത്ത പ്രശ്നം. പത്മകുമാറിനെ നടപടിയെടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണ്. അതിനെപ്പറ്റി ഒരു ആധികാരികമായ അഭിപ്രായം ഇപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായല്ലോ, പത്മകുമാറിനെതിരായി നാളിതുവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിനകത്ത് സൂപ്പർവൈസറി വാസുവിനെതിരായും സൂപ്പർവൈസറി ലാബ്സ് എന്നതിനപ്പുറമുള്ള ഒരു ആരോപണവും ഉയർന്നു വരാത്തതുകൊണ്ടാണല്ലോ നടപടിയെടുക്കാതിരുന്നത്. സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ കോടതി ആ നിലയ്ക്ക് മറ്റൊരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇഷ്യൂ അക്കാര്യത്തിലുണ്ടായി എന്ന നില സ്വീകരിക്കരുത്. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി ഞങ്ങൾ പറയാം, CPM സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വാസം രാഷ്ട്രീയ ആയുധമല്ല. ഞങ്ങൾ നാളിതുവരെ ഏതെങ്കിലും വിശ്വാസത്തെ രാഷ്ട്രീയ ആയുധമാക്കി എടുത്തുകൊണ്ട് കേരളത്തിലെ സമൂഹത്തിന് മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. കോൺഗ്രസും BJPയും എല്ലാ കാലവും വിശ്വാസത്തെ ആശ്രയിച്ച് വിശ്വാസങ്ങളെ മുതലെടുത്തുകൊണ്ട് വിശ്വാസങ്ങളെ സംബന്ധിച്ച് ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിലും രാജ്യത്തും അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ്. വർഗീയ ധ്രുവീകരണം അതിൻ്റെ പേരിൽ ഉണ്ടാക്കി അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാവേണ്ടത്, ഈ CPM സംബന്ധിച്ചിടത്തോളം ഈ കേസിനകത്തെ ഒരന്വേഷണത്തെയും CPMോ CPയുമായി ബന്ധപ്പെട്ട ആളുകളോ ഭയപ്പെടുന്നില്ല. അത് ഏത് ഏജൻസി അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അത് അന്വേഷണത്തിൽ തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേരള ഹൈക്കോടതി കൊടുത്തൊരു റിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ റിട്ടിനകത്ത് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 30 വർഷക്കാലത്തെ അവിടുത്തെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യണമെന്ന് മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് വിശദമായി എനിക്ക് അറിയില്ലെങ്കിലും അദ്ദേഹം പോലും റിട്ട് ഫയൽ ചെയ്തപ്പോൾ CBIയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു ചെറിയ പ്രയർ എവിടെയോ ചേർത്തിട്ടുണ്ടെന്നുള്ളതിനപ്പുറം അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നത് എന്താ, കഴിഞ്ഞ 30 കൊല്ലക്കാലത്തെ കാര്യങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഓഡിറ്റ് വിധേയപ്പെടുത്തണം എന്നതിനപ്പുറം ഒരാവശ്യവും ഇപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഈ നിങ്ങളിവിടെ പറയുന്നത് പോലെ ഇവിടെ മുമ്പ് BJPയുടെയും കോൺഗ്രസിൻ്റെ പ്രതികൾ പറയുന്ന പോലെ ഈ ശബരിമല സ്വർണ്ണക്കടത്ത് കേസിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതാദ്യം തോന്നുന്നത് കേരള ഹൈക്കോടതിക്കല്ലേ. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥൻ ഒരിക്കലും അതിൻ്റെ സുപ്പീരിയർ ഓഫീസറെ അല്ലല്ലോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അല്ലല്ലോ അന്വേഷണ പുരോഗതി ഈ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവൻ ഈ കാര്യങ്ങളുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെയാണ്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അത് പരിശോധിക്കുമ്പോൾ ഹൈക്കോടതിക്ക് തോന്നുകയാണ് CBIയുടെ അന്വേഷണമാണ് ഉചിതം എന്ന് തോന്നിയാൽ ഹൈക്കോടതിക്ക് CBI അന്വേഷണം ഓർഡർ ചെയ്യാം. ഞങ്ങളാരും അതിനെ എതിർക്കാൻ പോകുന്നില്ല. ഇനി അതല്ല, ഇതിനകത്തെ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുള്ളത് ED അന്വേഷിക്കുന്നതാണ് ശരിയെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് കേരള ഹൈക്കോടതിക്ക് തീരുമാനിക്കാം. ഇത് ഒന്നുമല്ലാതെ വേറെ ഏതെങ്കിലും ഔട്ട്സൈഡ് ഏജൻസി വേറെ അന്വേഷിക്കേണ്ടി വരും, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എങ്കിൽ അതന്വേഷിക്കട്ടെ. അപ്പോൾ എന്താണോ ഈ കേസ്, നമ്മൾക്ക് ഇതിനകത്ത് വളരെ ഓവർ ആങ്സൈറ്റി, അതുകൊണ്ട് അമിത ഉത്കണ്ഠയുടെ ഒന്നും ആവശ്യം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള തോന്നൽ എനിക്കില്ല. എൻ്റെ വളരെ വ്യക്തമായ അഭിപ്രായം ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം, SIT നടത്തുന്ന അന്വേഷണം സംബന്ധിച്ച് ഇന്ന് വരെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു അഭിപ്രായ വ്യത്യാസവും പറയാതെ, നിങ്ങളിപ്പോൾ പറയുമായിരിക്കും ഹൈക്കോടതി എന്തോ അഭിപ്രായ വ്യത്യാസം പറയാം, അത് പറഞ്ഞവിടെ ഒരു സിംഗിൾ ബെഞ്ച് ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പറഞ്ഞ അഭിപ്രായ വ്യത്യാസമാണ്. ആ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് പറഞ്ഞ അഭിപ്രായ വ്യത്യാസത്തെ പോലും കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓൺ ചെയ്യുകയോ അതിനെ സംബന്ധിച്ച് കമൻറ്റ് പറയാനോ തയ്യാറായിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ, ഇതുവരെയുള്ള എല്ലാ അന്വേഷണത്തിനും കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രാജാ വിജയരാഘവൻ ഹെഡ് ചെയ്യുന്ന ഡിവിഷൻ ബെഞ്ചിന് ജസ്റ്റിസ് വിജയകുമാറോടുള്ള ഡിവിഷൻ ബെഞ്ചിന് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ അന്വേഷണത്തിലും പൂർണ്ണമായ സംതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ ശ്രീ മനോജ്, അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകുന്ന